ഇക്കാന്റെ ഏജിലുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് കുറവാണ്. വേറെ ഇക്കയ്ക്ക് കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു അക്കൗണ്ടിന്റെ ഉടമയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ പൊതുവെ ഒരു ട്രെൻഡ് ഒക്കെ? അടിപൊളിയാണ്. നമ്മള് ഇതേവരെ ബാക്കോട്ട് പോന്നിട്ടില്ല, മുന്നോട്ട് തന്നെ പോകുന്നത്. ആരാ ഇൻസ്റ്റാഗ്രാം തുടങ്ങി തരാനായിട്ട് സഹായിച്ചു? ഇവരാണ്. പിന്നെ ഫേസ്ബുക്ക് ചെയ്തു തന്നു. ഇക്ക എല്ലാം പഠിച്ചു ഉപയോഗിക്കാൻ. പഠിക്കാച്ചാ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. ഞാനിങ്ങനെ ആംഗ്യ ഭാഷ മലയാളം ലവും റോസാപ്പൂവും മാത്രം ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാലും റീപ്ലൈ കൊടുക്കും. എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയില്ലെന്ന് അറിയാം, അതുകൊണ്ട് എല്ലാരും ഒന്നും പറയില്ല. ഇക്കാനൊക്കെ ആരെന്ത് പറയാനാ? അപ്പൊ സ്മൈലും ഏറ്റവും കൂടുതൽ ഹൈപ്പും ഏറ്റവും കൂടുതൽ തെറിയും അയ്യോ, ഇവരുടെ ഇടയിൽ ഇത്ര കട്ട കമ്പനി ആയിട്ട് ഒരു ഫ്രണ്ടിനെ മാതിരിയല്ലേ നിക്കണേ? തീർച്ചയായും. വീട്ടിൽ എങ്ങനെയാണ് ആസ് എ ഫാദർ? സീരിയസ് ആണോ? അവിടെ ഇങ്ങനെ തന്നെയാണ്? അല്ല, അവിടെ ഇതേമാതിരി തന്നെയാണ്. വേറെ സംഭവമുണ്ട്. ഞങ്ങള് സ്ഥിരമായിട്ട് ഒരു 7:30 മണിക്ക് ഇവിടെ വരും, ഒരു 9:30 മണിക്ക് ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങള് 5 പേരുണ്ടാവും. അങ്ങനെ ഇപ്പൊ മകന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം നാസർക്ക വരില്ല. 8 മണിക്ക് വീട്ടിൽ പോയിട്ട് മരുവൾക്ക് 2 കോമഡി പറഞ്ഞു കൊടുക്കും. ഞാൻ ചിലപ്പോ ഓട്ടോമാറ്റിക്കാവും. പിന്നെ അതൊന്നല്ല പറയുന്നത്, ഞങ്ങളവിടെ ശരിയൊക്കെ വീട്ടിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞത് ആളവിടെ ഇരുന്ന് കോമഡി പറയേണ്ടതാണ് വൈഫ് കേൾക്കുന്നത്. അല്ല, എല്ലാവരും സപ്പോർട്ടാണ്. ഇതേ കമ്പനി തന്നെ വീട്ടിലും മക്കളായാലും മരുവളായാലും എല്ലാരും നല്ല ജോളിയാണ്. വീടിന്റെ എൻവയോൺമെന്റ് ആയിരിക്കും. അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഫുൾ സപ്പോർട്ടാണ്. ആദ്യമൊക്കെ എതിർത്ത് കളിയാക്കിയിരുന്നു. എന്താ ഇപ്പൊ അതിനൊന്നും നിക്കണ്ട, പണിയൊന്നും ഇല്ലാതെ ആൾക്കാർ കോമാളിത്തരം ചെയ്യണ്. പിന്നെ 1-2 സ്ഥലത്ത് പോയപ്പോ മൂപ്പര് കുറച്ച് ട്രീറ്റ് കിട്ടിയപ്പോ അപ്പൊ അവർക്ക് ഇഷ്ടമായി. ഇപ്പൊ എല്ലാരും പ്രോത്സാഹിപ്പിക്കുന്ന ഭയങ്കര പ്രോത്സാഹനായി. ആദ്യം കുറെ അങ്ങനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എന്ത് ചെയ്താലും അതെല്ലാരും കുടുംബത്തിലെല്ലാരും കളിയാക്കുന്നതൊക്കെ ചെയ്തിരുന്നു, എല്ലാരും കൂട്ടുകാരും. ഇപ്പൊ എല്ലാരും നല്ല സപ്പോർട്ടാണ്. അപ്പൊ വിഷമമായി എല്ലാരും ഇങ്ങനെ ഒരു വിഷമമില്ല. നമ്മള് മനസ്സിൽ വിചാരിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് മതി. വിഷമം വരണേ നമ്മളത് ആലോചിച്ചിട്ട് അതിന്റെ ഒരു ആരെന്ത് പറഞ്ഞു ഞാൻ ഇത് കൂടെ കേട്ടത് കൂടെ അതിന് റീപ്ലൈ കൊടുക്കാൻ നിൽക്കില്ല, ഒന്നും നിൽക്കില്ല. ഇക്ക ഒരു കിടില സാധനം പറഞ്ഞു. അല്ല, ആരെന്ത് ഇനി പറഞ്ഞ് കളിയാക്കിയാലും ഞാൻ ഇത് കൂടെ കഴിഞ്ഞ് ഇത് കൂടെ വിടും. ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. നമ്മളെപ്പോഴും ഹാപ്പി ആയി നടക്കും. ഇപ്പൊ ഞാൻ 2 ബ്ലോക്ക് കഴിഞ്ഞ ആളാണ്, എന്നാലും അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല. അപ്പൊ ഇവരോട് ചോദിച്ചു, ഞാൻ ബീഫ് ബിരിയാണിയെ കഴിക്കും അധികം. ചിക്കൻ ഉണ്ടെങ്കിൽ അത് അപ്പുറത്ത് വെച്ച് ഞാൻ ബീഫേ കഴിക്കും. ഞാൻ എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ കഴിക്കും. അല്ല, ഞാൻ 2 ബ്ലോക്ക് ഒക്കെ തീർത്ത് ഇതായതാണ്. അപ്പൊ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. എല്ലാ ഷുഗർ രോഗികളും ചെയ്യണ പോലെ മധുരമില്ലാതെ ചാടിച്ച ലഡു കടി. ഇപ്പൊ മധുരമില്ലാത്ത കൂടി ഇപ്പൊ ഷുഗർ ഉണ്ട് കുറേശ്ശെ. ഇപ്പൊ ആരോഗ്യം നോക്കണം. ആരോഗ്യം നോക്കുന്നുണ്ട്.